ശ്രീ ഹാഷിമരിയിൽ ഇനിയെങ്കിലും ആ കുടുംബത്തെയൊക്കെ ന്യായീകരിക്കാൻ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനി, അത് എക്സാലോജിക്കിനെ കുറിച്ചായിരുന്നു. പിന്നീട് ഒരു കമ്പനിയുടെ പേര് നമ്മൾ കണ്ടു, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ തട്ടിക്കൂട്ട് കടലാസ് കമ്പനിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചത്. ഇതൊക്കെ ഷെൽ കമ്പനികളാണോ എന്നുള്ള സംശയം വളരെ കൃത്യമായി ഉയരുകയാണ്. ശ്രീ ജോർജ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്ര വലിയ ഗുരുതരമായ ഒരു കെടിയിലേക്കാണ് വീണ അകപ്പെട്ടിരിക്കുന്നത് എന്ന് CPM-ന് മാത്രമേ ഒരുപക്ഷെ ബോധ്യപ്പെടാൻ ബാക്കിയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനിയെങ്കിലും ഇത്രയുമൊക്കെ കേട്ടിട്ടും വീണയെയും അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ ന്യായീകരിക്കാൻ തന്നെയാണോ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ പറയൂ. ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലക്ക് എന്തും ന്യായീകരിക്കുന്ന ആളായിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും പിന്നെ ബുദ്ധിയുള്ള സമൂഹത്തിന് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ അടിച്ച് ഇതൊക്കെ സത്യമാണെന്ന ഒരു അടിവരയം ഇട്ടാല്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ നിലക്കും കൊട്ടിഘോഷിച്ച ഒരുപാട് കേസുകൾ കണ്ടവരാണ് ജനങ്ങൾ. ശ്രീ ഹാഷിം അരിയിൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പാണ് കഴിഞ്ഞ ദിവസം ED പുറത്തുവിട്ടത്. ഇതിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ നുണയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകണ്ടേ? ഇതിന് പകരം പാർട്ടി സെക്രട്ടറിയാണ് പ്രതിരോധവുമായി എത്തുന്നത്. പാർട്ടി സെക്രട്ടറി സ്വന്തം നിലയിൽ വിശദീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്? പാർട്ടി സെക്രട്ടറി വന്നിന് പിന്നെ അതിനെക്കുറിച്ച് വിശദീകരണം നൽകിയാൽ, മുഹമ്മദ് റിയാസ് തന്റെ ഭാഗത്തെ കുറിച്ച് വിശദീകരണം നൽകിയാൽ, അതിനപ്പുറം മറ്റൊന്ന് വിശദീകരണം നൽകേണ്ടത് വീണ വിജയൻ പാർട്ടി അംഗമാണോ? പാർട്ടിയുടെ ഏത് ഘടകത്തിലാണ് വീണ വിജയൻ പ്രവർത്തിക്കുന്നത്? അങ്ങനെയെങ്കിലല്ലേ പാർട്ടി പ്രതിരോധിക്കേണ്ട കാര്യമുള്ളൂ. ഇത് വീണ വിജയനുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്താം. ആ വിഷയത്തിൽ വേണമെങ്കിൽ പാർട്ടിക്ക് പ്രതികരിക്കാം എന്ന് വരാം. വീണ വിജയൻ എന്ന വ്യക്തിയെ എന്തിനാണ് പാർട്ടി പ്രതിരോധിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് വീണയെ മാത്രം മാറ്റി നിർത്തിക്കൊടുത്ത് പിന്നെ ബാക്കിയുള്ളത് പ്രതിരോധിച്ചാൽ മതി. അത് ബാക്കി വന്നോളൂ. വീണ വിജയൻ പാർട്ടിയുടെ ഏത് ഘടകത്തിലെ അംഗമാണ്? അതൊന്ന് വിശദീകരിക്കൂ. എന്നിട്ട് വേണ്ടേ പാർട്ടി സെക്രട്ടറി കയറി പ്രതിരോധിക്കാൻ? പാർട്ടി സെക്രട്ടറി പ്രതിരോധിച്ചതിന്റെ കാരണം ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലായത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ന്യായീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പാർട്ടി തന്നെ മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, പാർട്ടിക്ക് ഇതിൽ കാര്യമില്ല എന്ന് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞൊഴിഞ്ഞത് എന്തിനാണ്? കമ്പനികൾ തമ്മിലുള്ള വിഷയത്തിലല്ല ഇപ്പൊ നമ്മൾ ഇടപെടുന്നത്. ഇത് രാഷ്ട്രീയ പകപോക്കന്റെ ഭാഗമായിട്ട് മുഹമ്മദ് റിയാസ്, അയാളുടെ പരിചയക്കാർ, അതുപോലെ തന്നെ വീണയുടെ ബന്ധുക്കള്, ഇതൊക്കെ ആയിട്ട് ഈ പിന്നാമ്പുറത്തുള്ള ഒരു ഓട്ടം, ആ ഓട്ടത്തിന് പുറമെ ഞങ്ങൾക്ക് അത് കിട്ടി, ഞങ്ങൾക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ED എന്ന് പറയുന്നത് അന്വേഷണ വിഭാഗമാണ്. അവരന്വേഷിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എവിടെയാണ് സമർപ്പിക്കേണ്ടത്? നേരത്തെ ഇവിടെ ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജോർജ് സാർ പറഞ്ഞു, അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രസ് റിലീസ് കൊടുക്കുന്ന ഒരു പതിവില്ല.